നിങ്ങൾ ഷുഗർ ടെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് ഭക്ഷണത്തിന് മുമ്പുള്ള ഷുഗറും അതുപോലെ തന്നെ ഭക്ഷണത്തിന് 2 മണിക്കൂർ ശേഷമുള്ള ഷുഗറും മാത്രം ടെസ്റ്റ് ചെയ്തിട്ട് അത് കൂടുതലോ കുറവോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെന്നോ ഇല്ലാന്നോ പറയാൻ പറ്റില്ല. ഞാൻ ഡോക്ടർ ഗോപിക, സീനിയർ കൺസൾട്ടന്റ് അറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. പ്രമേഹം വളരെ സ്റ്റാർട്ടിങ്ങിലുള്ള ആളുകളൊക്കെ ഉണ്ട്. ചെറുങ്ങനൊന്ന് ഡയബറ്റിക് അല്ലെങ്കിൽ ഒരു പ്രമേഹമാണ് എന്ന് പറയാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അവർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഷുഗർ കണ്ടെത്തിയാൽ പിന്നെ കാലാകാലം മരുന്ന് കഴിക്കേണ്ടി വരുമോ, ഈ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ അത് ഇൻസുലിനായി മാറുമോ, അത് ഷുഗർ കുറയില്ലേ, പിന്നെ ഈ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ കിഡ്നിക്ക് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ പലരും ഇതുപോലെ നിരന്തരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ഈ ഷുഗർ എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രോഗമല്ലേ? അത് സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഷുഗർ കുറയ്ക്കാൻ പറ്റുമോ? എങ്ങനെയാണ് ഇതിൽ എന്താണ് നമുക്ക് ഇത് ഷുഗർ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുക? ശരിയാണ്, ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ നമ്മൾ ക്ലിനിക്കിൽ തന്നെ ഒരുപാട് പേഷ്യൻസ് കണ്ടുവരുന്നുണ്ട്. ഇപ്പോ അടുത്ത് തന്നെ OP-യിൽ നടുവേദനയായിട്ട് ഒരു പേഷ്യന്റ് വന്നു. ആ പേഷ്യന്റിന് നടുവേദന മാത്രമാണെന്നാണ് അവർ പറഞ്ഞു വന്നത്. നടുവേദനയ്ക്ക് മെഡിസിനും കൊടുത്തു. പക്ഷെ പിന്നീടുള്ള ഫോളോ അപ്പിലാണ് അവർ പറഞ്ഞത് അവർക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. ആദ്യത്തെ ഫോളോ അപ്പിൽ ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അത് നമ്മൾ അത്ര കാര്യമായിട്ട് ഗവനിച്ചില്ല. പിന്നീടാണ് അവർ പറയുന്നത് കാലിന് ചുട്ടുപൊകച്ചിലുണ്ട്, അതുപോലെ തന്നെ ഭയങ്കര ദാഹമാണ്. നമ്മളിങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ അവരിങ്ങനെ ഓരോന്ന് പറയായിരുന്നു. അതിന്റെ ക്ഷീണം, കാലിന് ചുട്ടുപൊകച്ചില്, അതേപോലെ മുന്നേ എന്തോ ഒരു മുറിവുണ്ടായിട്ട് ഉണങ്ങാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചു ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷെ അപ്പൊ അവര് പറഞ്ഞു ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഷുഗർ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിറ്റേ ദിവസം അവര് റിസൾട്ടുമായിട്ട് വന്നു, വളരെ കൂടുതലായിരുന്നു ആ ഷുഗർ. വീണ്ടും ഞാൻ എടുത്തു ചോദിച്ചപ്പോ പറഞ്ഞു മുന്നേ ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് അവര് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അപ്പൊ അവര് സ്വന്തമായിട്ട് തന്നെ ഡയറ്റ് ഒക്കെ നോക്കി അവർക്ക് മാറ്റം കിട്ടി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ലക്ഷണങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവര് പറയുന്നത് ഷുഗർ കുറഞ്ഞിരുന്നു എന്നാണ്. മുന്നേ കുറവുണ്ടായിരുന്നത് കൂടുതലുണ്ടായിരുന്നത് കുറഞ്ഞിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. പക്ഷെ എന്റെ അടുത്ത് ടെസ്റ്റ് ചെയ്ത ഒരു സമയത്ത് തന്നെ വളരെ കൂടുതലായിരുന്നു. അപ്പൊ അതുമായുള്ള ലക്ഷണങ്ങൾ മാത്രമാണ് ആ പേഷ്യന്റിൽ കാണിച്ചിരുന്നത്. അമിതമായ ക്ഷീണം ഉണ്ടായിരുന്നു, അതേപോലെ ദാഹം വളരെ കൂടുതലായിരുന്നു. വെയിറ്റ് ലോസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അവരത്ര ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവര് മുന്നത്തേക്കാൾ വെയിറ്റ് കുറയുകയും ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയാണ് അവരെ ഷുഗർ എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയത്. അപ്പൊ അവര് ചോദിച്ചു പിന്നീട് മെഡിസിൻ എടുക്കണോ എന്നുള്ളത്. മെഡിസിൻ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞത് ഈ ഒരു ഇതിന് മെഡിസിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ നമുക്കൊന്ന് ഡയറ്റ് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. ആ രീതിയിൽ ഞാനൊരു ഡയറ്റും എക്സസൈസും അവർക്ക് പറഞ്ഞു കൊടുത്തു. അവരത് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്തു. പിന്നീട് ഒരു മാസം കഴിഞ്ഞ് ആണ് ഷുഗർ ടെസ്റ്റ് ചെയ്തത്. പക്ഷെ അവരുടെ ലക്ഷണങ്ങളെല്ലാം ഒരു 2 വീക്സിനുള്ളിൽ തന്നെ കുറഞ്ഞു വന്നിരുന്നു ഓരോ ലക്ഷണങ്ങളും. അപ്പൊ ആ ഒരു മാസം കഴിഞ്ഞുള്ള ടെസ്റ്റ് റിപ്പോർട്ട് വളരെ മാറ്റമുള്ളതായിരുന്നു. ഷുഗർ നല്ല രീതിയിൽ കുറയുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ വളരെ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു. വെയിറ്റ് അവർ കൂടുകയും ചെയ്തിരുന്നു. അവരുടെ ഒരു കാണുന്ന അപ്പിയറൻസിൽ തന്നെ നല്ലൊരു മാറ്റം നമുക്ക് കിട്ടിയിരുന്നു. അപ്പൊ ഇനി ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആ ഒരു പേഷ്യന്റ് ഫോളോ ചെയ്ത ഡയറ്റും എക്സസൈസും ആണ്. അതിനു മുന്നേ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ഷുഗർ ടെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് ഭക്ഷണത്തിന് മുമ്പുള്ള ഷുഗറും അതുപോലെ തന്നെ ഭക്ഷണത്തിന് 2 മണിക്കൂർ ശേഷമുള്ള ഷുഗറും മാത്രം ടെസ്റ്റ് ചെയ്തിട്ട് അത് കൂടുതലോ കുറവോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെന്നോ ഇല്ലാന്നോ പറയാൻ പറ്റില്ല. HbA1c എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. 3 മാസത്തെ ഒരു ആവറേജ് ടെസ്റ്റ് ആണ് അത് കാണിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾക്ക് ആദ്യം കൂടുതൽ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ ഡയറ്റ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് ഒരു ദിവസത്തെ മാറ്റമല്ല അതിൽ പറയുന്നത്. ഒരു 3 മാസ കാലത്തെ ആവറേജ് ഷുഗർ ആണ് HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റിലൂടെ നമുക്ക് കിട്ടുന്നത്. അതൊരു 5.9 താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, നിങ്ങളൊരു നോർമൽ ഇതാണ്, ഷുഗർ ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ പേഴ്സൺ ആണ്. അതുപോലെ 5.9 to 6.3 എന്നുള്ളൊരു ഇതിലെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഷുഗർ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡയറ്റും എക്സസൈസും ഫോളോ ചെയ്യാം. എന്നാൽ 6.3 മുതൽ 7 വരെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഷുഗർ ഉള്ള സ്റ്റേജിനെയാണ്. അപ്പൊ അവര് എന്തായാലും മെഡിസിൻ എടുക്കണം എന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങളൊരു ഡയറ്റും എക്സസൈസും കൺട്രോൾ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് മെഡിസിൻ എടുക്കാതെ തന്നെ ആ ഷുഗറിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ 7നേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ
നിങ്ങൾ ഒരു സ്ട്രിക്റ്റ് ഡയറ്റും ഫോളോ ചെയ്യണം, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യും വേണം. മെഡിസിൻ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അത് വരുതിയിലാക്കാൻ പറ്റൂ. അപ്പൊ ഈ ഒരു HbA1c ടെസ്റ്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുകയാണ്, നിങ്ങൾ ഒരു റെഗുലർ ഇന്റർവെല്ലിൽ അത് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും അതേ ഗുണകരമാണ്, അതുപോലെ ഡോക്ടേഴ്സിനും അതേ താരതമ്യം ചെയ്യാനും സൗകര്യമായിരിക്കും. ഇനി എന്താണ് ഞാൻ ആ പേഷ്യന്റിന് പറഞ്ഞു കൊടുത്ത ഡയറ്റും എക്സസൈസും എന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അത് കറക്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും കാണാം അതിലുള്ള മാറ്റങ്ങളും. ആദ്യമായിട്ട് ഞാൻ എക്സസൈസ് ആണ് പറഞ്ഞു തരുന്നത്. എക്സസൈസ് ഒരു 30 സെക്കൻഡ് നിങ്ങൾ വിചാരിച്ചാൽ മതി. എന്റെ ആ പേഷ്യന്റിന് പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് പറ്റും. ഒരു ഡോക്ടർക്ക് ഈ നിലയിൽ പറഞ്ഞു തരാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഒരു പേഷ്യന്റ് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുന്നോ അതിലാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക. 30 സെക്കൻഡുള്ള എക്സസൈസ് പറയുന്നത് ഒരു ഹൈ ഇന്റൻസിറ്റി ഇന്റർവെൽ ട്രെയിനിങ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ആ 30 സെക്കൻഡ് ഹൃദയത്തിന്റെ മിടിപ്പ് കൂടുന്ന രീതിയിലുള്ള എക്സസൈസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം. സ്കിപ്പിംഗ് ആവാം, അല്ലെങ്കിൽ ഒരു 20 പുഷപ്പ് ആവാം, അല്ലെങ്കിൽ സ്പീഡിൽ ഓടുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 20 ചാട്ടമുകളിലേക്കും താഴേക്കും ചാടുന്നതാവാം. അതിൽ എന്റെ പേഷ്യന്റ് ചെയ്തത് സ്കിപ്പിംഗ് ആയിരുന്നു. അവർക്ക് അതായിരുന്നു സൗകര്യം എന്നുള്ളത് കൊണ്ട് അതായിരുന്നു അവർ ചെയ്തിരുന്നത്. അപ്പൊ അതിലാണ് അവർക്ക് കുറഞ്ഞു കിട്ടിയത്. ഈ 30 സെക്കൻഡ് നിങ്ങൾ ഈ ഹൈ ഇന്റൻസിറ്റി ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഒരു 10 മിനിറ്റിന് ശേഷം നിങ്ങളുടെ ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവും. പിന്നെ നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾക്ക് മാറ്റം കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡെയിലി നിങ്ങൾ മോണിറ്റർ ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഷുഗർ റാൻഡം ബ്ലഡ് ഷുഗർ ആയാലും കുഴപ്പമില്ല, ഒരു 3 ഡേയ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അല്ല ഡെയിലി നിങ്ങൾ ഈ വർക്കൗട്ടും ഡയറ്റും ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. ടൈം, ഡേറ്റ്, അതേപോലെ ഷുഗറിന്റെ ലെവൽ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഡെയിലി നിങ്ങൾ ഒരു 8 മണിക്കൂർ ഗ്യാപ്പിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പേപ്പർ നോക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ ബുക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിലുള്ള ഫ്ലക്ച്വേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ ഫുഡിലാണ് മാറ്റം ഉണ്ടായത്, അല്ല ഏതൊക്കെ എക്സസൈസ്. ഇപ്പൊ സ്കിപ്പിങ്ങിൽ ചിലപ്പോൾ ചിലർക്ക് കൂടുതൽ ഉണ്ടാവാം, അല്ല ചിലർക്ക് സ്കിപ്പിംഗ് ചെയ്യുമ്പോൾ കുറയുന്നതായിട്ടാവും തോന്നുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എത്രത്തോളം കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യണം, ആ 30 സെക്കൻഡ് ആ ചെയ്തത് വളരെ കൃത്യതയിലാണോ ചെയ്തത്, വളരെ വിയർക്കുന്ന രീതിയിലാണോ, അതേ ഹൈ ഇന്റൻസിറ്റിയിലാണോ, ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒന്നുള്ളത് ഡയറ്റ് ആണ്. ഡയറ്റും ഈ എക്സസൈസിന്റെ കൂടെ നിങ്ങൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെഡിസിന്റെ ആവശ്യമില്ലാതെ നിങ്ങളുടെ പ്രമേഹം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ഗ്ലൂക്കോസിന്റെ അളവ് നിങ്ങൾ എത്രയാണോ വിചാരിക്കുന്ന ആ രീതിയിൽ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് വളരെ കൃത്യമായാൽ മതി. മെയിനായിട്ട് മൊത്തത്തിലുള്ള ഒരു ഡയറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ മലയാളികൾ അരിഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്നതാണ്. ഈ അരിഭക്ഷണം കഴിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടുന്നത്? ഈ അന്നജം എന്ന് പറയുന്നത് ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കൂടുതലുള്ള ഫുഡാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അതിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടി കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഉണ്ടാകുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻസുലിന്റെ പ്രതിരോധം ഉണ്ടാകുന്നുണ്ട്. ഇൻസുലിൻ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ രക്തത്തിലുള്ള ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് എത്തില്ല. അപ്പൊ അവിടെ ഒരു പ്രതിരോധമാണ് ഉണ്ടാകുന്നത്. ആ സമയത്ത് രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നു. ഇതാണ് പ്രമേഹം. ഈ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി കഴിഞ്ഞാലാണ് നമുക്ക് ഓരോ രീതിയിലുള്ള ലക്ഷണങ്ങളും, അതുപോലെ ഇത് ക്രമാതീതമായിട്ട് നിയന്ത്രണത്തിന്റെ അതീതമായിട്ട് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓരോ അവയവങ്ങളെ കാർന്നു തിന്നാണ് ചെയ്യുന്നത്. ഒരു നിശബ്ദനായ കൊലയാളിയാണ് പ്രമേഹം. അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ കാരണം ഇതാണ്. പിന്നെ അവയവങ്ങൾ ഓരോന്നോരോന്നായിട്ട് റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ വർക്കിംഗ് എല്ലാം. അപ്പൊ ഇതെല്ലാം കൊലയാളിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ഡയറ്റാണ് മെയിൻ ആയിട്ട് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ അന്നജം കുറയ്ക്കാന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അരിഭക്ഷണം കുറച്ചു, പക്ഷെ ചപ്പാത്തി നന്നായിട്ട് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്ന് നമുക്കൊരു നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടുന്നത്. എത്രയാണോ ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. അപ്പൊ ചോറിന് പകരം 5 ചപ്പാത്തി കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കിട്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആ ഒരു സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നു. എന്നാൽ 1-2 ചപ്പാത്തിയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയാണ് ചെയ്യുന്നത്. അതേപോലെ ഇനി അരി അത്രയും കഴിക്കണം എന്നുള്ളവര് തവിടുള്ള അരി കഴിക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. കടല, പരിപ്പ്, ചെറുപയറ് അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാൻ നോക്കുക. പച്ചക്കറികൾ കഴിക്കുക. അതേപോലെ ഓംലെറ്റ് അല്ലെങ്കിൽ 1-2 പുഴുങ്ങിയ മുട്ട, ഇതൊക്കെ പ്രോട്ടീൻ റിച്ച് ആണ്, എന്നാൽ കാർബോഹൈഡ്രേറ്റ് കുറവുമാണ്. അപ്പൊ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെയാണ് പാലുൽപ്പന്നങ്ങൾ, യോഗേർട്ട് കഴിക്കാൻ നോക്കുക.
ഫാറ്റ് വളരെ കുറഞ്ഞ ചീസ്, അതും ശരീരത്തിന് നല്ലതാണ്. ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് നമ്മുടെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയും ചെയ്യും. ഈ ഒരു രീതിയിലാണ് മൊത്തത്തിലുള്ള ഡയറ്റ് നോക്കേണ്ടത്. ഇനി ഞാൻ പേഷ്യന്റിന് പറഞ്ഞു കൊടുത്ത ഒരു ഡെയിലി ഡയറ്റ് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാം. ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. ഒരു ശരാശരി മലയാളി എന്ന് പറയുന്നത് 3 നേരം ഫുഡ് കഴിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ 4 നേരം. ഈ ഒരു തവണ കൂട്ടുക, 5ഓ 6ഓ തവണയായിട്ട് ഫുഡ് കഴിക്കാൻ നോക്കുക. പക്ഷേ ഈ കഴിക്കുന്ന സമയത്തുള്ള ക്വാണ്ടിറ്റി കുറയ്ക്കാൻ നോക്കുക. 3ഓ 4ഓ തവണ കഴിച്ചിരുന്ന ഫുഡ് 5ഓ 6ഓ തവണയായിട്ട് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാൻ നോക്കുക. രാവിലെ പ്രഭാത ഭക്ഷണമായിട്ട് സാധാരണ എല്ലാവരും കഴിക്കുന്നുണ്ടാവുക ഒന്നെങ്കിൽ ദോശ, ഇഡലി, പുട്ട്, ഉപ്പുമാവ്, ഇങ്ങനത്തെ ഫുഡുകളായിരിക്കും സാധാരണ. അപ്പൊ ദോശ ഇപ്പൊ അരി പുളിപ്പിക്കുമ്പോൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ഷുഗർ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇപ്പൊ ഇഡലി ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇഡലിയിൽ ഉഴുന്നിന്റെ അളവ് കൂട്ടാൻ നോക്കുക. ഉഴുന്നിന്റെ അളവ് കൂട്ടുമ്പോൾ പ്രോട്ടീൻ കൂടുന്നു. അപ്പോൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒരേ ക്വാണ്ടിറ്റി ആവുമ്പോൾ ഗ്ലൈസെമിക് ഇൻഡെക്സിൽ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഷുഗറിന്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യും. അതേപോലെ ഉലുവയും കൂടുതൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്യാൻ നോക്കുക. ഉലുവ എന്ന് പറയുന്നത് ഷുഗർ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഉണ്ടാക്കുന്ന കറി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കറി ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ ഉള്ളത് പുട്ട് ആണെന്നുണ്ടെങ്കിൽ പുട്ടിനോട് സെയിം ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇപ്പൊ കടലയോ ചെറുപയറോ കറിയായിട്ട് ഉപയോഗിക്കാൻ നോക്കുക. അപ്പൊ സെയിം ക്വാണ്ടിറ്റിയിൽ വരുമ്പോൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും സെയിം ക്വാണ്ടിറ്റി ആകുമ്പോൾ അത് ഷുഗറിന്റെ അളവ് കുറയ്ക്കുന്നുണ്ട്. അതുപോലെയാണ് ഇപ്പൊ ഉപ്പുമാവ് ആണ് നമ്മൾ ഡെയിലി രാവിലെ എന്നുണ്ടെങ്കിൽ ഉപ്പുമാവിൽ കൂടുതൽ വെജിറ്റബിൾസ് യൂസ് ചെയ്യുക. കൂടുതൽ വെജിറ്റബിൾസ് യൂസ് ചെയ്യുമ്പോഴും ഷുഗറിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതേപോലെ അപ്പമാണെന്നുണ്ടെങ്കിൽ അപ്പത്തിന് കറിയായിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഒരു കറി ഉപയോഗിക്കുക. കടല, പരിപ്പ്, അങ്ങനത്തെ ഒരു പ്രോട്ടീൻ അടങ്ങിയ ഒരു കറി, സെയിം ക്വാണ്ടിറ്റിയിലുള്ള കറി ആയിരിക്കണം എപ്പോഴും രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ഉപയോഗിക്കേണ്ടത്. കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് സെയിം ക്വാണ്ടിറ്റിയിലുള്ള പ്രോട്ടീൻ റിച്ച് കറി ആയിരിക്കണം എല്ലാവരും കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഉള്ളത് ഒരു 10 മണി അല്ലെങ്കിൽ ഒരു 11 മണിക്ക് സ്നാക്ക് ആയിട്ട് കഴിക്കുന്ന പലരും ഉണ്ട്. ആ ഒരു 11 മണി സമയത്ത് ആ സ്നാക്ക് ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ കംപ്ലീറ്റ് ചായ. പിന്നെ ചിലർ പറയും പഞ്ചസാരയിൽ മാത്രമാണ് ഷുഗർ ഉള്ളതെന്ന്. പക്ഷെ അല്ല, ഈ ശർക്കര, തേന് ഇവയൊക്കെ സിമ്പിൾ ഷുഗേഴ്സ് ആണ്. ഇത് കഴിച്ചാലും നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നുണ്ട്. അപ്പൊ മധുര പാനീയങ്ങളായ എല്ലാ പാനീയങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഒന്നും കഴിക്കണ്ട. രാവിലെ എണീറ്റ ഉടനെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. 1/2 ഗ്ലാസ് എന്നുള്ളത് 1ഓ 2ഓ ഗ്ലാസ് ആയാലും കുഴപ്പമില്ല. വെള്ളം രാവിലെ നന്നായിട്ട് കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. പിന്നെ 11 മണിക്കുള്ള ഇപ്പൊ എന്തെങ്കിലും സ്നാക്സ് കഴിക്കുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സ്നാക്സ് ഒഴിവാക്കുക. ആ ഒരു സമയത്ത് വെള്ളവും അതേപോലെ തന്നെ നട്ട്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക. കാഷ്യൂ, ബദാം, ഇതൊക്കെ ഷുഗർ കൺട്രോൾ ചെയ്തു പോകുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇത് കഴിച്ചു വിചാരിച്ച് ഷുഗർ കൂടില്ല. അല്ലാന്നുണ്ടെങ്കിൽ കുക്കുംബർ, ടൊമാറ്റോ അങ്ങനത്തെ പച്ചക്കറികളും അത് കഴിക്കാൻ ഇപ്പൊ വെറുതെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളവര് അതിലൊരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അത് കഴിക്കാൻ നോക്കുക. അപ്പൊ അത് കാരണം നമ്മുടെ ഷുഗർ കൂടുന്നില്ല. അപ്പൊ അതൊരു 11 മണിക്ക് കഴിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. പിന്നെ ഉള്ളത് ഉച്ചയ്ക്ക് എല്ലാവരും ചോറ് കഴിക്കുന്നവരായിരിക്കും. അരി ഭക്ഷണമായിരിക്കും കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഒരു പ്ലേറ്റിനെ നമ്മൾ 4 ആക്കി ഭാഗിക്കാം. 4 ആക്കി ഭാഗിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു ഭാഗത്ത് ചോറെടുക്കാം. ഒരു ഭാഗം മാത്രമേ ചോറെടുക്കാൻ പാടൂ. അതിലെ അടുത്ത ഭാഗത്തായിട്ട് നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയ പനീർ, ചെറുപയർ, കടല അതുപോലത്തെ പ്രോട്ടീൻ റിച്ച് ഭക്ഷണം അതിലെ ഒരു ഭാഗത്ത് എടുക്കുക. പിന്നെ ബാക്കി 2 ഭാഗങ്ങളിലായിട്ട് ബാക്കി 2 ഭാഗങ്ങൾ ഒന്നാക്കിയിട്ട് അതിൽ ഇലക്കറികള്, പച്ചക്കറികള്, അതല്ലെങ്കിൽ മൈക്രോബീൻസ് എന്ന് പറയുന്നത് ഈ ചെറുപയർ, കടലയൊക്കെ തലേ ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് അതിലിങ്ങനെ തെഴു വന്നു കഴിഞ്ഞാൽ അതൊരു 1-2 ദിവസം വലുതായി കഴിഞ്ഞാൽ അത് അരിഞ്ഞു ഉപ്പേരി വെക്കാറുണ്ട് പലരും, തോരൻ വെക്കും. അപ്പൊ അതും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അതിലെ ഒരു ഭാഗം മാത്രമാണ്, ക്വാണ്ടിറ്റി വളരെ കുറവാണ് ചോറിന്റെ. ഒരു ഭാഗം ചോറ് കഴിക്കുക. അതിലെ മറ്റേ ഒരു ഭാഗത്തായിട്ട് പ്രോട്ടീൻ റിച്ച് ആയ കടല, പരിപ്പ് അത് കഴിക്കാൻ ശ്രദ്ധിക്കുക. ബാക്കി 2 ഭാഗങ്ങളിലായിട്ട് ഇലക്കറികള്, പച്ചക്കറികള്, മൈക്രോബീൻസ് ഇതൊരു ഡേ ടു ഡേ ലൈഫായിട്ട് മാറ്റാൻ നോക്കുക. പിന്നെ ഇതിന്റെ ഒപ്പം വെള്ളം കുടിക്കുക. വെള്ളം എപ്പോഴും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യവും നല്ലതുമാണ്. ഇപ്പൊ സ്കിന്നിന്റെ കാര്യത്തിലായാലും ശരീരത്തിന്റെ അവയവങ്ങളുടെ അല്ലെങ്കിൽ രക്തയോട്ടത്തിനൊക്കെ നല്ലതാണ് വെള്ളം. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കാൻ നോക്കുക. 25 കിലോ വെയിറ്റ് ഉള്ള ഒരാള് 1 ലിറ്റർ വെള്ളം എന്ന രീതിയിലാണ് കുടിക്കേണ്ടത്.
അപ്പൊ അതിനനുസരിച്ച് പ്രൊപ്പോർഷൻ ആയിട്ട് നിങ്ങൾ വളരെ നന്നായിട്ട് കുടിക്കാൻ നോക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് 4 മണിക്കുള്ളതാണ്. 4 മണിക്ക് എല്ലാവരും പ്രിഫർ ചെയ്യാന്ന് പറഞ്ഞാല് ചായയാണ്. അപ്പൊ ചായ കഴിക്കാതിരിക്കുക. ഗ്രീൻ ടീ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം, പഞ്ചസാര ശർക്കര ഒഴിവാക്കുക. ആ സമയത്ത് ഫ്രൂട്ട്സിൽ വളരെ ഷുഗർ കൂടുതലാന്ന് പറയും, പക്ഷെ ഒരു ആപ്പിൾ അല്ലെങ്കിൽ വിറ്റാമിൻ സി റിച്ച് ആയ ഒരു ഓറഞ്ച്, നാരങ്ങ ഒന്ന് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഡെയിലി നിങ്ങൾക്ക് ഒരു 4 മണിക്ക്, പക്ഷെ കൂടുതലാവണ്ട, ഒന്ന് മാത്രം കഴിക്കുക, അത് വളരെ നല്ലതാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാത്രിയത്തെ ഫുഡാണ്. രാത്രിയിലുള്ള ഫുഡ് ഒരു 7 മണിക്ക് കഴിക്കാൻ ശ്രദ്ധിക്കാം. 7 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ആയിട്ടും പ്രവർത്തിക്കും. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ രാവിലെ 8 മണിക്കാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ ഒരു 13 അവർ ഗ്യാപ്പ് അവിടെ കിട്ടും. അപ്പൊ ആ കാരണത്താൽ നമ്മുടെ ഷുഗറിന് ചേഞ്ച് ഉണ്ടായിക്കോളും, കുറഞ്ഞോളും. അതുപോലെ നമ്മൾ ഈ ഡയറ്റ് കൺട്രോൾ ചെയ്യുമ്പോഴും ഷുഗറിനുള്ള മാറ്റം നമുക്ക് മനസ്സിലാവും. ഈ ഒരു 7 മണിക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 ചപ്പാത്തി, അല്ല റാഗി ആണെങ്കിൽ അതൊക്കെ കഴിക്കാം, പക്ഷെ വളരെ ക്വാണ്ടിറ്റി കുറവായിട്ട് കഴിക്കുക. അതുപോലെ രാവിലെ നമ്മൾ പറഞ്ഞ പോലെ പ്രോട്ടീൻ റിച്ച് ആയ ഒരു കറിയോ അതിനൊപ്പം കഴിക്കാൻ നോക്കുക. ഒപ്പം ചായയോ മറ്റ് പാനീയങ്ങളോ കഴിക്കേണ്ട, വെള്ളം കുടിക്കാൻ നോക്കുക. ഇതായിരിക്കണം ഒരു ഡേ ടു ഡേ നിങ്ങളുടെ ലൈഫ്. ഇതിൽ ചേഞ്ചുകൾ ചില സമയത്ത് നിങ്ങൾക്ക് ചേഞ്ച് ആക്കാം, പക്ഷേ നോർമലി ഇപ്പൊ ഒരു 30 ദിവസം ഉണ്ടെങ്കിൽ 25 ദിവസം ഇത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. എന്നാലേ നിങ്ങളുടെ ഷുഗർ നിങ്ങളുടെ കൺട്രോൾ വരുള്ളൂ. പ്രോട്ടീൻ കൂടി വിചാരിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷെ അന്നജം കൂടുന്തോറും ഗ്ലൈസമിക് ഇൻഡെക്സ് ശരീരത്തിൽ കൂടുമ്പോൾ ഇൻസുലിന്റെ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ രക്തത്തിലാണ് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുക. അപ്പൊ അത് ഇടയ്ക്ക് ചിന്തിക്കുക. ഇതേ ഒരു ഡയറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷുഗറിനെ നിങ്ങൾക്ക് തന്നെ കൺട്രോളിലാക്കാൻ പറ്റും. ആ നിശബ്ദ കൊലയാളിയെ നിങ്ങൾക്ക് തന്നെ എതിരേറാനുള്ള ഒരു കഴിവുണ്ടാവും. ഇങ്ങനെയുള്ള ഒരു ഡയറ്റും എക്സസൈസും നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇനി ഷുഗർ ഉള്ള ആളുകൾക്ക് അത് കുറയുകയും ചെയ്യും, അല്ല ഷുഗർ വരാതിരിക്കാനും നിങ്ങളുടെ ശരീരത്തിന് കപ്പാസിറ്റി ഉണ്ടാവും. ഇപ്പൊ ഈ ഒരു ഡയറ്റും എക്സസൈസും ആണ് ഞാൻ എൻ്റെ പേഷ്യന്റിന് പറഞ്ഞു കൊടുത്തത്. അപ്പൊ അവർക്ക് അത് സാധിച്ചു എന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന എല്ലാ ആളുകൾക്കും ഇത് ഫോളോ ചെയ്യാനും പറ്റും, നിങ്ങളുടെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലും ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഒരു എക്സ്പെർട്ട് ഡോക്ടറെ കാണുകയും അവരിൽ നിന്ന് ഡയറ്റും എക്സസൈസും അല്ല മെഡിസിൻ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ അതും ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇനി ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്